Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജുവല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. അങ്കമാലി അർബൻ സഹകരണ സംഘം കൊള്ളയ്ക്കെതിരെ പ്രക്ഷോഭം ശക്തമാക്കി BJP. കുറ്റക്കാരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി നിക്ഷേപകർക്ക് പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് വാഹന പ്രചരണ ജാഥയും ശയന പ്രദക്ഷിണ സമരവും സംഘടിപ്പിച്ചു. അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ നടന്ന കോടികളുടെ തട്ടിപ്പിന് ഇരയാകപ്പെട്ട നിക്ഷേപകർ ഇപ്പോഴും ദുരിതത്തിലാണ്. നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാത്തതിനാൽ നൂറുകണക്കിന് കുടുംബങ്ങളാണ് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നത്. കൊള്ളയടി നടത്തിയ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി നിക്ഷേപകരുടെ പണം തിരികെ നൽകണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യമുന്നയിച്ച് അങ്കമാലി ചാക്കരപ്പറമ്പിൽ നിന്ന് വാഹന പ്രചരണ ജാഥ നടത്തി. നോർത്ത് ജില്ലാ പ്രസിഡന്റ് MA ബ്രഹ്മരാജ് ജാഥ ഉദ്ഘാടനം ചെയ്തു. അമിത്ഷായുടെ കീഴിൽ ദേശീയ സഹകരണ നിയമത്തിനും സഹകരണ പ്രസ്ഥാനത്തിനും രൂപം കൊടുത്തു. ആ സമയത്ത് ഈ രണ്ട് മുന്നണികളും ഒരുമിച്ച് കേന്ദ്ര സഹകരണ പ്രസ്ഥാനത്തെ എതിർത്തു. എന്തിനാണ് എതിർത്തതെന്ന് ഇപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായത്. ഈ സഹകരണ പ്രസ്ഥാനം ഒരു കാലഘട്ടത്തിൽ സാധാരണക്കാരൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയൊരു ശക്തിയായി മാറിയെങ്കിൽ പിന്നീട് അങ്ങോട്ട് സാധാരണക്കാരെ പറ്റിക്കുകയും രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ജീവിക്കുവാനും അവർക്ക് തിന്നു കൊടുക്കുവാനുമുള്ള ഒരു പ്രസ്ഥാനമായി മാറി. കരുവന്നൂർ മാത്രമല്ല, ഈ അങ്കമാലിയിലെ അർബൻ ബാങ്കിനെ കുറിച്ച് പറയുമ്പോൾ ഇതിന് വലിയ കൂട്ടുനിന്നത് ഇത് പറ്റിച്ചത് കോൺഗ്രസ് നേതാക്കന്മാരാണെങ്കിൽ അതിന് കുട പിടിച്ചു കൊടുത്തത് അറിയപ്പെടുന്ന CPM നേതാക്കന്മാരാണ്. നമുക്കറിയാം, ഈ അങ്കമാലി അർബൻ സഹകരണ ബാങ്കിന്റെ ഓഡിറ്റർ ആയിരുന്നത് CPMന്റെ അങ്കമാലി ഏരിയ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹമാണ് നിയമോപദേശം, ലീഗൽ അഡ്വൈസർ എന്ന് പറഞ്ഞാൽ അതിന്റെ പച്ച മലയാള ഭാഷ നിയമോപദേശം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്ത് ഉപദേശമാണ് കൊടുത്തത്? ഈ സഹകാരികളെയും അങ്കമാലി മേഖലയിലുള്ള സാധാരണക്കാരെയും എങ്ങനെ പറ്റിക്കാമെന്നാണ് CPMന്റെ ഏരിയ സെക്രട്ടറി കോൺഗ്രസ് നേതാക്കന്മാർക്ക് നിയമോപദേശം കൊടുത്തത്. അയാളുടെ ഉപദേശത്തിനനുസരിച്ചാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറ്റിച്ചത്. ഈ ബാങ്കിന്റെ പ്രസിഡന്റ് സാധാരണക്കാരായ ചുമട്ടുതൊഴിലാളിയെയും ഓട്ടോറിക്ഷക്കാരായ INTC-ക്കാരെയും എല്ലാം ആധാർ കാർഡ് മേടിച്ച് വിശ്വാസവഞ്ചന നടത്തി കോടികൾ പറ്റിച്ച് അദ്ദേഹം ആത്മാഹുതി ചെയ്തു. ആത്മാഹുതി ചെയ്തിട്ട് അദ്ദേഹത്തെ പോസ്റ്റ്മോർട്ടം ചെയ്തത് വീണ ജോർജിന്റെ കീഴിലെ ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാരാണ്. എന്താ സർട്ടിഫിക്കറ്റ് കൊടുത്തത്? പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തത് അദ്ദേഹത്തിന് അറ്റാക്ക് വന്ന് മരിച്ചുകൊണ്ടാണ്. ഹൃദയസ്തംഭനം മൂലമാണ് ഈ ബാങ്കിന്റെ പ്രസിഡന്റ് മരിച്ചത് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തത് CPM ഭരിക്കുന്ന ആരോഗ്യ വകുപ്പും ആഭ്യന്തര വകുപ്പുമാണ്. ഇതിനെല്ലാം CPM എന്ന ഭരണകക്ഷിയും അതിന്റെ നേതാക്കന്മാരും CPMന്റെ ഭരണകൂടവും ഈ പറ്റിച്ച കോൺഗ്രസ് നേതാക്കന്മാർക്ക് എല്ലാവിധ സാഹചര്യം ചെയ്തു കൊടുത്തു. അവസാനം ആത്മാഹുതി ചെയ്തപ്പോൾ പോലും അദ്ദേഹത്തിന് തെറ്റായ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്തു. എന്തിന്റെ പേരിലാണ്? ഇതാണ് സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏതെങ്കിലും സാധാരണക്കാരായ സഹകാരി എടുത്തു കൊണ്ടുപോയിട്ട് പണം തിരിച്ചടയ്ക്കാത്തതിന്റെ പേരിലല്ല. ഏതെങ്കിലും പാവപ്പെട്ടവൻ അവന്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി എടുത്ത പണം തിരിച്ചടയ്ക്കാത്തത് കൊണ്ടല്ല അങ്കമാലി അർബൻ സഹകരണ ബാങ്ക് പ്രതിസന്ധി നേരിട്ടത്. അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഇതിലെ കോൺഗ്രസ് നേതാക്കന്മാരായ ഡയറക്ടർമാര് കൃത്യമായി സാധാരണക്കാരുടെ പേരിൽ വായ്പ എഴുതി മുട്ടുകാലിന് ചെളിയും വെള്ളവും 365 ദിവസവും നിലനിൽക്കുന്ന പുഞ്ചപ്പാടങ്ങൾ വരെ രേഖയിൽ എഴുതി ചേർത്ത് കോടികൾ കൊടുത്തു. TP ജോർജ് എന്ന് പറഞ്ഞ കാലടിയിലെ കോൺഗ്രസ് നേതാവിന് എല്ലാവർക്കും അറിയാം അയാളുടെ സ്വഭാവം എന്താണ്. അയാൾ പശുവിനെ കിടക്കാൻ പോകും, കടവക്കാരുടെ വീട് അന്വേഷിച്ച് പോകാനുള്ള ചരിത്രം കാലടിയിൽ അന്വേഷിച്ചാൽ അറിയാം അയാളുടെ സ്വഭാവം എന്താണ്. ഇയാൾക്ക് എങ്ങനെയാണ് ഇത്രയും കോടി രൂപ കൊടുക്കാനുണ്ടായ സാഹചര്യം? ഇയാളെങ്ങനെയാണ് കാലടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായത്? എത്ര ലക്ഷം രൂപ നേതാക്കന്മാർക്ക് കൊടുത്തു? എന്നിട്ടാണ് പ്രസിഡന്റായത്? ഈ കാശ് എവിടെ നിന്നായിരുന്നു? എത്ര കേസ് കാലടി പോലീസ് ഒതുക്കി തീർത്തിട്ടുണ്ട് ഈ TP ജോർജിനെ? അതിന് പിന്നിലെ പണം ഓടുന്ന
ഈ സാധാരണക്കാരന്റെ പണം ഉപയോഗിച്ച് കോൺഗ്രസ് നേതാക്കന്മാർ ഇങ്ങനെ അഴിമതിയും ധൂർത്തും നടത്തിയപ്പോൾ അതിന് കുട പിടിച്ചു കൊടുത്ത CPM-കാർ ഇപ്പൊ എന്താ പറയുന്നത്? ഇപ്പൊ എല്ലാവരും അങ്കമാലി അർബൻ സഹകരണ ബാങ്കിലെ സഹകാരികളുടെ സംരക്ഷകരായി രംഗത്ത് വന്നിരിക്കുകയാണ്. കൃത്യമായിട്ടാണ് അമിത്ഷാ ഈ നിയമം കൊണ്ടുവരാൻ കാരണം. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പ്രത്യേകിച്ച് CPM ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ ഇതുപോലുള്ള സഹകരണ ബാങ്കുകൾ സാധാരണക്കാരെ കൊള്ളയടിക്കുന്നു. അതിനാണ് പുതിയ നിയമം കൊണ്ടുവന്നത്. അർബൻ സഹകരണ ബാങ്കിന് വേറെ അർബൻ ബാങ്കുകളുടെ അടുത്ത് ബ്രാഞ്ച് പാടില്ല. അങ്ങനെയല്ല. മഹാരാഷ്ട്രയിലെ ശിവസേനയുടെ നേതൃത്വത്തിൽ നേരത്തെ കോൺഗ്രസ് ശിവസേന ഒരുമിച്ചുള്ളപ്പോൾ അവിടെ സാരസ്വത് എന്ന് പറഞ്ഞ അർബൻ ബാങ്ക് തുടങ്ങി. 6 സംസ്ഥാനങ്ങളിലാണ് ബ്രാഞ്ച്. അങ്ങനെ മഹാരാഷ്ട്രയിൽ തുടങ്ങിയ ഒരു അർബൻ സഹകരണ ബാങ്കിന് 6 സംസ്ഥാനങ്ങളിൽ ബ്രാഞ്ച്. 85,000 കോടി രൂപയുടെ ആസ്തിയാണ് ബാങ്കിനുള്ളത്. ഇവരെല്ലാവരും വലിയ വലിയ വ്യവസായ പ്രമുഖന്മാർ ഇതുപോലുള്ള തെറ്റായ പ്രമാണങ്ങൾ കൊടുത്ത് അതിന് ഒത്താശ ചെയ്ത് കൊടുത്ത് കോടികൾ ജനങ്ങളെ പറ്റിക്കുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് അമിത്ഷാ ഒറ്റക്കാര്യം പറഞ്ഞുള്ളൂ. സഹകരണ ബാങ്കുകൾ ഒറ്റ സോഫ്റ്റ്വെയർ ഉപയോഗിക്കണം. ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ എതിർപ്പ് വന്നു കേരളത്തിൽ നിന്നാണ്. BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് രാഹുൽ പാറക്കടവായിരുന്നു ജാഥ ക്യാപ്റ്റൻ. സഹകരണ സംഘം പരിധിയിലെ വിവിധ പ്രദേശങ്ങളിൽ ജാഥ പര്യടനം നടത്തി. തുടർന്ന് സംഘം ഓഫീസിലേക്ക് പ്രകടനവും ഓഫീസിന് മുൻപിൽ മഞ്ഞപ്ര റോഡിൽ ശയന പ്രദക്ഷിണവും നടന്നു. നഗരസഭാ കൗൺസിലർമാരായ AV രഘു, സന്ദീപ് ശങ്കർ, BJP ജില്ലാ സെക്രട്ടറി N മനോജ്, അഡ്വക്കേറ്റ് VN സുഭാഷ് എന്നിവർ ശയന പ്രദക്ഷിണം നടത്തി. പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടുള്ള ജാഥയാണ് ഇതുവഴി കടന്നു വരുന്നത്. സമാപന സമ്മേളനം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ KS രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സഹകാരികൾ കരയുമ്പോൾ അലഞ്ഞു തിരിയും റോജി ജോൺ. നിങ്ങൾക്കിനിയും മാപ്പില്ല. നിങ്ങൾക്കൊന്നായി സൂക്ഷിച്ചോ. നിങ്ങളുടെ തുറങ്കലുകൾ എണ്ണിക്കഴിഞ്ഞു. ജയ് BJP. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, സഹകരണ നിയമം പാർലമെന്റിൽ വരാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഇവിടുത്തെ CPM-ഉം കോൺഗ്രസും NDA കക്ഷികളെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് അതിനെ എതിർത്തത്. എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ കേരളത്തിലെ സഹകരണ രംഗം വളരെ സുശക്തമാണ് എന്നുള്ളതാണ്. ഇവരൊരു തെറ്റിദ്ധാരണ പരത്തുന്നത് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ സഹകരണ പ്രസ്ഥാനം തുടങ്ങി വെച്ചത് ഞങ്ങളാണ് എന്ന് 2 കൂട്ടരും അവകാശപ്പെടാറുണ്ട്. പക്ഷേ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം തുടങ്ങുന്നത് 1925 തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് അന്നത്തെ രാജഭരണകാലത്ത് അവിടെ സഹകരണ ബാങ്ക് തുടങ്ങി. ആ ബാങ്ക് ഇപ്പോഴും ഉണ്ട്, വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അന്നൊക്കെ സഹകരണ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയും സഹകരണ നിയമങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയും സുശക്തമായൊരു നിയമ സംവിധാനം അന്നത്തെ തിരുവിതാംകൂർ സർക്കാർ ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷം പിന്നീട് സഹകരണ രംഗം ശക്തിപ്പെട്ടു വന്നപ്പോൾ വലിയ ശക്തമായ രീതിയിലുള്ള നിയമങ്ങൾ ഉണ്ടായിരുന്നു. ആ നിയമങ്ങൾ മുഴുവൻ പ്രാധാന്യം കൊടുത്തിരുന്നത്
സഹകാരികളുടെ നിക്ഷേപങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ്. ഒപ്പം സഹകാരികൾക്ക് ഈ ബാങ്ക് കൊണ്ട് പ്രയോജനം ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയാണ്. പക്ഷേ ക്രമേണ എന്ത് പറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാറി മാറി വരുന്ന സർക്കാരുകളുടെ ഇംഗിതത്തിനൊത്ത് പ്രവർത്തിക്കേണ്ട സ്ഥാപനമാണ് സഹകരണ പ്രസ്ഥാനം എന്ന നിലക്ക് LDFും UDFും നിയമത്തിൽ മാറ്റം വരുത്തി വെള്ളം ചേർത്തു. ഇപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ബാങ്കിൽ തന്നെ ഈ ബാങ്കിന്റെ നിയമാവലി അനുസരിച്ച് ഈ പ്രദേശത്തുള്ളവർക്കായിരിക്കണം ഇതിനകത്ത് മെമ്പർഷിപ്പ് കിട്ടേണ്ടത്. പക്ഷേ കോതമംഗലത്തുള്ള ഒരു കോറി ഉടമയ്ക്ക് ഇവിടെ മെമ്പർഷിപ്പ് കൊടുക്കുകയും 10 പൈസയുടെ സെക്യൂരിറ്റി ഇല്ലാതെ 33 കോടി രൂപ ആ മാന്യദേഹത്തിന് സംഭാവനയായി കൊടുക്കുകയും ചെയ്ത് ഇവര്. ലോൺ കൊടുത്തു എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ഇല്ലെങ്കിൽ പിന്നെ സംഭാവനയല്ലേ. അങ്ങനെ സംഭാവന കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ഈ ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ കുടുംബ സ്വത്താണെങ്കിൽ അതിൽ നിന്ന് എടുത്തു കൊടുക്കാം. പക്ഷെ സഹകാരികളുടെ സ്വത്തെടുത്തിട്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ള കോതമംഗലത്തുകാരൻ കോറി ഉടമയ്ക്ക് അപ്പൊ ഇവര് പറയുന്നത് ബംഗാളിക്ക് പിന്നെ കൊടുത്തോട്ടെ, അതിന് കുഴപ്പമില്ല, കാരണം ദാരിദ്ര്യം കൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക്. പക്ഷെ കോറി ഉടമയ്ക്ക് എന്തിനു കൊടുക്കണം? 33 കോടി രൂപ ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ ഈ കോറി ഉടമയ്ക്ക് എന്തിനാണ് ഈ ബാങ്കിൽ നിന്ന് കൊടുത്തത്? ആരുടെ പണം? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിരുന്ന ഒരാളുടെയും 10 പൈസ പോയിട്ടില്ല എന്ന് മാത്രമല്ല, ഡയറക്ടർ ബോർഡ് അംഗങ്ങള് അവരുടെ ഭാര്യമാരുടെ പേരില്, മക്കളുടെ പേരില്, സ്വന്തക്കാരുടെ പേരില്, പരിചയക്കാരുടെ പേരിലും ഒക്കെ ഇതിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. ഒന്നിനും സെക്യൂരിറ്റി ഇല്ല. കൊലാറ്ററൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. വസ്തു ഈട് കൊടുക്കണ്ടേ? കൊടുത്തിട്ടില്ല, ഒന്നിനുമില്ല. അതിന്റെ ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാങ്കിൽ തുക നിക്ഷേപിച്ചവരുടെ നിക്ഷേപം എന്നേക്കുമായി പോയി കഴിഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് രാഹുൽ പാറക്കടവ് അധ്യക്ഷനായിരുന്നു. നേതാക്കളായ അഡ്വക്കേറ്റ് തങ്കച്ചൻ വർഗീസ്, അഗസ്റ്റിൻ കോലഞ്ചേരി, പ്രദീപ് ശിവരാമൻ, നിക്ഷേപക സംരക്ഷണ സമിതി പ്രസിഡന്റ് PA തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന് 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.